ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോവാട്ടോ. അതായത് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം. അങ്ങനെ പറയുമ്പോഴല്ലേ കറക്റ്റ് ആവും. നമ്മള് ബസ് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ബസ്സിൽ കയറി യാത്ര ആരംഭിക്കാം. അതിനു മുന്നേ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുള്ള റാഷിദിയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ റാഷിദിയ ബസ്സിന് പൊതുവെ ഒരു ചീത്ത പേരുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് അധികം ദൂരം ഉണ്ടാവില്ല, തൊട്ടടുത്തായിരിക്കും നമുക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ എങ്ങാനും നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ റാഷിദിയ മൊത്തം ചുറ്റിക്കറങ്ങിന് ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടാക്സി പിടിച്ചാലും ബസ്സിൽ നമ്മൾ പോവാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ നോൾ കാർഡ് റീചാർജ് ചെയ്ത് മെട്രോയിൽ കയറാൻ പോവാണേ. ഇവിടെ റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് 2 ലൈനുകളാണ് മെട്രോ സ്റ്റേഷനെ കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പോകേണ്ടത് റെഡ് ലൈനിലാണ്. അതായത് നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എത്തണമെങ്കിൽ എമിറേറ്റ്സ് ടവർ എന്നുള്ള സ്റ്റേഷനിൽ ആദ്യം എത്തണം. നമ്മൾ സെന്റർ പോയിന്റ് നിന്നാട്ടോ കയറിയിട്ടുള്ളത്. നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സൈഡിലേക്ക് നമ്മൾ അങ്ങനെ നടന്നു കൊടുത്താൽ മതി. ഒരുപാട് നടക്കാനൊന്നുമില്ലേ, കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ നമ്മള് മെട്രോയിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എമിറേറ്റ്സ് ടവറിലേക്ക് പോവാണേ. ആ കാണുന്നതാട്ടോ ഫേമസ് ആയിട്ടുള്ള ദുബായ് ഫ്രെയിം. അങ്ങനെ നമ്മള് എമിറേറ്റ്സ് ടവർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിലേക്ക് എത്താൻ പറ്റും. മെട്രോന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായ് മോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നടന്നു പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കാൽഭാഗം പോലും നമുക്ക് ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ആ ഒരു എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ റഷൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വൈറ്റ് ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ആ ഒരു പോർഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആട്ടോ. എങ്ങനെ പോയാലും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഫേസ് അതിൽ വന്നു പോകും. ഇവിടെ അനുവാദമില്ലാതെ ആരുടെങ്കിലും ഫേസ് പെടുക എന്ന് പറയുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ മൊത്തം 7 ഫ്ലോറാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലോറുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഈ ഒരു അറബി എഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് അറബി അക്ഷരമാലകളല്ല. ഇതിൽ 3 കോട്സുകളാണ് അവരെഴുതിയിട്ടുള്ളത്. ദുബായ് റൂളറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ വരികളാണ് കേട്ടോ ഇത്. മത്താർ ബിൻ ലഹീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമിറത്തി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഈ അറബി കാലിഗ്രാഫി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. We may not live for hundreds of years, but the product of our creativity can leave a legacy long after we are gone. ഒന്നാമത്തെ കോട്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ 100 വർഷങ്ങളൊന്നും ജീവിച്ചിരിക്കില്ലായിരിക്കാം, പക്ഷേ നമ്മളെ ക്രിയേറ്റിവിറ്റിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ആ ഒരു കോഡ്സിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അവർ പറയുന്നത് ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ക്യാൻ ഇമാജിൻ ഇറ്റ്, ഡിസൈൻ ഇറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ദ ഫ്യൂച്ചർ ഡസ് നോട്ട് വെയിറ്റ്, ദ ഫ്യൂച്ചർ ക്യാൻ ബി ഡിസൈൻഡ് ആൻഡ് ബിൽഡ് ടുഡേ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് സങ്കല്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഡിസൈൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ നമുക്ക് ഇന്ന് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം, നാളേക്ക് വേണ്ടി അത് കെട്ടിപ്പടുക്കുകയും ചെയ്യാം എന്നാണ് ഈ ഒരു കോഡ്സിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ബൈ ദ വേ, ആ ഒരു ഫ്ലൈയിങ് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടെ ലൈവായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് കാണാനൊക്കെ. അവസാനത്തെ കോഡ്സിൽ അവർ പറയുന്നത് ദ സീക്രറ്റ് ഓഫ് ദ റിന്യൂവൽ ഓഫ് ലൈഫ്, the development of civilization and the progress of mankind is in one word, innovation.
അതായത് ജീവിതത്തിൻ്റെ നവീകരണത്തിൻ്റെയും നാഗരികതയുടെ വികാസത്തിൻ്റെയും മനുഷ്യരാശിയുടെ പുരോഗതിയുടെയും രഹസ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നവീകരണം മാത്രമാണ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ വായിച്ചപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റിനായാലും നമ്മളെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിലായാലും എല്ലാത്തിനും ബേസ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആണ്, അതായത് നവീകരണമാണ് എന്നാണ് അവർ പറയുന്നത്. കുറച്ചു നേരം ഒരു ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരുന്ന പോലെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനും ചുമ്മാ ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിന്റെ ആ പുറത്തുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ഭംഗിക്കാണ് നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഓരോന്ന് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് അതിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 77 meters ആണ്. ബാക്കി ഒരുപാട് മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഇത്തരം കാര്യങ്ങൾ മാത്രം തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ഈ കാണുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഫ്രണ്ട് എൻട്രി ഡോറാണേ. നമ്മൾ വീഡിയോയില് ഒരു ഫിഷിന്റെ ഒരു സ്ട്രക്ചറിലുള്ള ഒരു റോബോട്ട് പറന്ന് നടക്കുന്നത് കണ്ടല്ലോ. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഡോഗിന്റെ ഒരു റോബോട്ട് ഉണ്ട്. പിന്നെ മാത്രമല്ല റോബോട്ട്സ് നമുക്ക് ചായയൊക്കെ വെച്ച് തരും കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ എനിക്ക് നിർഭാഗ്യവശാൽ അതിന്റെ വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. നേരം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹാൻഡിന്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പിക്ക് എടുക്കുന്നത് കണ്ടിട്ട് ഞാനും എടുക്കാൻ പോയി. പക്ഷെ നല്ല റഷായിരുന്നു. അതുകൊണ്ട് അത്ര വിചാരിച്ച പോലത്തെ അടിപൊളി പിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ കാണുന്നത് മെട്രോന്റെ പോർഷൻ ആണ്. ആ ഒരു സ്ഥലത്ത് കൂടെയാണ് മെട്രോ പോവുക. അതുകൊണ്ട് തന്നെ മെട്രോയിൽ ഇരുന്നവർക്ക് ഈ ഒരു ഭാഗം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. മെട്രോന്റെ ഉള്ളിൽ തന്നെ വഴിയുള്ളതുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാനും വളരെ എളുപ്പമാണ്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. നമുക്ക് ഒരുപാട് പ്ലാനുകൾ വേറെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിഷിന്റെ ആ ഒരു റോബോട്ടും പിന്നെ ഡോഗിന്റെ ആ ഒരു റോബോട്ടും പിന്നെ നമ്മൾ റോബോട്ടിന്റെ ഒരു കോഫിയും കൂടി ഒഴിച്ചാൽ താഴത്തും മേലെയുമായിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള 5 നിലകളാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുകളിലുണ്ട്. നമ്മളങ്ങനെ തിരിച്ചു പോക്കിന്റെ പാതയിലാണ് കേട്ടോ. سوف تنتهي عند المحطة القادمة. على جميع الركاب مغادرة القطار في المحطة والرجاء التأكد من أخذ جميع أغراضكم الشخصية. Your attention please. This train terminates at the next station. All passengers must leave the train at the station. Please take all your belongings with you when leaving the train. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ശരി, ടാറ്റാ.